നമസ്കാരം. നമ്മുടെ എക്സാം ക്ലിനിക്കിലേക്ക് ഇന്ന് ലഭിച്ച ആ ഒരു ചോദ്യം എന്ന് പറയുന്നത് നിരവധി റാങ്ക് ലിസ്റ്റുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥിയുടേതാണ്. LD ക്ലർക്ക് പരീക്ഷയിലും അതേപോലെ യൂണിഫോം പോസ്റ്റുകളിലുമൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥിയാണ്. കഴിഞ്ഞ സെപ്റ്റംബറിൽ ആയിരുന്നു ഈ പറയുന്ന യൂണിഫോം പോസ്റ്റുകളിലേക്കുള്ള പരീക്ഷ. അതിനു മുൻപായിട്ട് തന്നെ LDCയുടെ റാങ്ക് ലിസ്റ്റ് വന്നതുകൊണ്ട് തന്നെ അതുവരെ എഴുതിയ പരീക്ഷകളിൽ ശ്രദ്ധാപൂർവം പഠിച്ച പരീക്ഷകളിൽ റാങ്ക് പട്ടികയിൽ എത്തിയതിന്റെ ഒരു ആത്മവിശ്വാസവും അതുപോലെ സന്തോഷവും ഒക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് നാളുകളായിട്ട് പഠനം കാര്യമായിട്ട് നടക്കുന്നില്ല. ഒരു 3-4 മാസമായിട്ട് പഠനമൊന്നും കാര്യമായിട്ട് നടക്കുന്നില്ല. അതുകൊണ്ട് ഡിഗ്രി ലെവൽ പരീക്ഷ ഇപ്പോൾ കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, സ്പെഷ്യൽ ബ്രാഞ്ച് CID, അതേപോലെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റും ഒക്കെ ഉടൻ തന്നെ വരികയാണ്. അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കണം, ഏത് രീതിയിൽ തയ്യാറെടുക്കണം എന്നതിനെ സംബന്ധിച്ച് ഒരാശയക്കുഴപ്പം. കാര്യം നല്ല രീതിയിൽ പഠിച്ച് സിലബസ് ഒക്കെ കവർ ചെയ്ത് പരീക്ഷയൊക്കെ എഴുതി റാങ്ക് പട്ടികയിൽ വന്ന് വിജയശ്രീലാളിതരായിട്ട് നിൽക്കുന്ന ആളുകളുണ്ട്. അവർക്കിനി നോക്കേണ്ടുന്നത് ഉയർന്ന പരീക്ഷകൾ അല്ലെങ്കിൽ ഉയർന്ന യോഗ്യതയുള്ള പരീക്ഷകളായ ഡിഗ്രി ലെവൽ പരീക്ഷകളാണ്. അപ്പോൾ അതിന് പഠിക്കേണ്ടത് എങ്ങനെ എന്നതിനെ സംബന്ധിച്ചാണ് അവർക്കിപ്പോഴുള്ള ആശയക്കുഴപ്പം. അപ്പൊ അതെന്ത് ഏത് രീതിയിൽ പഠിക്കണം, ടച്ച് വിട്ടു പോയിരിക്കുന്നതുകൊണ്ട് എഴുതിയാൽ കിട്ടുമോ എന്നൊക്കെയുള്ള ആശങ്കയുള്ള ധാരാളം പേരുണ്ട്. അങ്ങനെയുള്ള ആളുകളുടെ ഒരു പ്രതിനിധിയാണ് വിളിച്ച് ചോദിച്ചത്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരോട് നമുക്ക് പറയാനായിട്ടൊന്നും മാത്രമേ ഉള്ളൂ, നിങ്ങൾ സിലബസ് പൂർത്തിയാക്കിയ ആളുകൾ തന്നെയാണ്. ഇനി പഴയ രീതിയിൽ ആദ്യം മുതൽ സിലബസ് നിങ്ങൾ പഠിച്ചു നോക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല. നിങ്ങൾ ചെയ്യേണ്ടുന്നത് എന്താണ്? നിങ്ങൾ ചെയ്യേണ്ടുന്നത് മോക്ക് ടെസ്റ്റുകൾ ധാരാളമായിട്ട് എഴുതുക മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഒരു മോക്ക് ടെസ്റ്റ് എഴുതുമ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്, ആ സാധിക്കുന്ന മാർക്ക് എത്രയാണ്, നിങ്ങൾക്ക് എത്ര മാർക്ക് നെഗറ്റീവായിട്ട് പോകുന്നുണ്ട്, ആ നെഗറ്റീവായിട്ട് പോകുന്ന ഏരിയ ഏതാണ് എന്ന് തിരിച്ചറിയുക. തെറ്റിപ്പോകുന്ന ചോദ്യങ്ങളും ടോപ്പിക്കുകളും തിരിച്ചറിയുക. എന്നിട്ട് ആ ടോപ്പിക്കുകൾ നല്ല ആഴത്തിൽ പഠിക്കുക. അങ്ങനെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അല്ലാതെ എല്ലാം 1 മുതൽ പഠിക്കുക എന്ന് പറയുമ്പോൾ സമയം എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയില്ല. കാര്യം 3-4 മാസത്തെ ബ്ലാങ്ക് ആയി കിടക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം ഇത്രയുള്ള ഒരു പരീക്ഷ എഴുതുമ്പോൾ ഏത് മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങളാണോ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കാത്തത്, ഏത് മേഖലയിലാണോ നിങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടാവുന്നതെന്ന് തിരിച്ചറിയാൻ പറ്റും. അതായത് വളരെ ക്വിക്കായിട്ട് തന്നെ നമുക്ക് നമ്മുടെ ആ ഒരു വീക്ക് ഏരിയ ഏതാണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്നിട്ട് ആ വീക്കായിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് സ്ട്രോങ് ആക്കി എടുക്കാനായിട്ട് നോക്കുക. വീണ്ടും പരീക്ഷകൾ എഴുതുക. ഏത് മേഖലയാണോ നമുക്ക് വീണ്ടും മാർക്ക് നഷ്ടപ്പെടുന്നത് ആ മേഖല മാത്രം എടുത്ത് പഠിക്കുക. കാര്യം ഒരു തവണ നിങ്ങൾ എല്ലാം വലം വെച്ച് പഠിച്ചു കഴിഞ്ഞു, പലതവണ നിങ്ങൾ റിവിഷൻ നടത്തി കഴിഞ്ഞു, മോക്ക് ടെസ്റ്റുകൾ ധാരാളം എഴുതി, PSC പരീക്ഷയും എഴുതി റാങ്ക് ലിസ്റ്റിൽ വന്നിരിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ. ആ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ട്രാക്കിൽ നിന്ന് നിങ്ങൾ അല്ലെങ്കിൽ ഫീൽഡിൽ നിന്ന് നിങ്ങൾ മാറി നിന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ മുതല കുഞ്ഞിനെ നീന്താൻ പഠിപ്പിക്കേണ്ട എന്ന് പറയുന്ന പോലെ നിങ്ങളൊരു പരീക്ഷ എഴുതുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ചോദ്യം വരുന്ന ഏരിയ ഏതാണ്. ആ ചോദ്യം നിങ്ങൾക്ക് ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ, അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ലഭിച്ചില്ല എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. അതനുസരിച്ച് എന്ത് ചെയ്യുക, കവർ ചെയ്യേണ്ടുന്ന പാഠഭാഗങ്ങൾ വൃത്തിയായിട്ട് കവർ ചെയ്യുക. അത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ സെലക്റ്റീവ് ആയിട്ടുള്ള പഠനമാണ് റാങ്ക് പട്ടികയിൽ വന്നിട്ടുള്ള നിങ്ങളെപ്പോലുള്ള ആളുകള് പഠിച്ച് ഇനി മുന്നോട്ട് പോകേണ്ടത്. അല്ലെങ്കിൽ സപ്ലിമെന്ററി ലിസ്റ്റിലോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ റാങ്ക് ലിസ്റ്റിലോ ഒക്കെ വന്നിട്ടുള്ള ആളുകൾ ചെയ്യേണ്ടുന്ന പഠന രീതി ഇതാണ്. മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക, ആൻസർ ചെയ്യാൻ സാധിക്കാത്ത ചോദ്യം, ആൻസർ ചെയ്യാൻ സാധിക്കാത്ത ടോപ്പിക്ക് ഇവ വ്യക്തമായിട്ട് മാർക്ക് ചെയ്യുക, എന്നിട്ട് അത് പഠിക്കുക. അത് പഠിച്ച് ഉറപ്പുവരുത്തുക. അങ്ങനെയുള്ളൊരു പഠന രീതിയായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും അഭികാമ്യം. അപ്പോൾ ഇന്ന് നമ്മളുടെ എക്സാം ക്ലിനിക്കിൽ ലഭിച്ച ചോദ്യം എന്ന് പറയുന്നത് ഇങ്ങനെ റാങ്ക് ലിസ്റ്റിൽ എത്തി ജോലി കിട്ടുവാൻ സാധ്യതയുള്ള ഒരു കുട്ടിയുടേതായിരുന്നു. അദ്ദേഹം കുറച്ചുകൂടി മെച്ചപ്പെട്ട ഉയർന്ന യോഗ്യതയുള്ള പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നായിരുന്നു ചോദിച്ചിരുന്നത്. അപ്പോൾ അതിനുള്ള മറുപടി എന്ന നിലയിൽ നൽകിയ ഒരു മെസ്സേജാണ് ഇത്. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ഓൾ ദി ബെസ്റ്റ്.